ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ രാഷ്ട്രപതി ഭവനിൽ റോസ് ഗാർഡൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു മാസമൊക്കെ ആയി ഞങ്ങൾ എന്നും പോകണം എന്ന് വിചാരിക്കും. അപ്പോൾ മോൾക്ക് ഇപ്പോൾ സ്കൂൾ അടച്ചല്ലോ, അപ്പോൾ വെക്കേഷനായിട്ട് എവിടെയും പോയില്ല. അപ്പോൾ നമ്മളിന്ന് രാഷ്ട്രപതി ഭവൻ്റെ പോയതാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം. പക്ഷേ റോസ് ഗാർഡനും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചൂടാണ് കേട്ടോ, ചൂട് നല്ല തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, നമ്മൾ ഇനിയിപ്പോൾ 1-ാം തീയതി മുതൽ എല്ലാവർക്കും സ്കൂളൊക്കെ തുറക്കുക, പിന്നെ എവിടെയും പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ 10th ആകുമ്പോൾ പിന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതാ റോസ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിതാ രാഷ്ട്രപതി ഭവൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല, ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ എടുക്കും കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്, അവിടെ മോളുണ്ട്, മോള് ബാക്കിൽ ഒളിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വരും, നിങ്ങളെയും കൂടി കൊണ്ടുപോകുന്നു ഞാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ രാഷ്ട്രപതി ഭവൻ്റെ അകത്തേക്ക് പാസ്സൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി കേട്ടോ. അകത്തേക്ക് കയറി അവിടുന്ന് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നിട്ട് പിന്നെ നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ എവിടെ പോയാലും നമുക്ക് മെയിനായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം പിന്നെ അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തപ്പം നല്ല പൂക്കളൊക്കെ, നല്ല മുന്നിലൊക്കെ നല്ല അടിപൊളി പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ മുഗൾ ഗാർഡനിലേക്ക് പോയിട്ടോ. അപ്പോൾ മുഗൾ ഗാർഡനെ ഇപ്പം പേര് മാറ്റി, പണ്ട് പിന്നെന്താണ് മുഗൾ ഗാർഡൻ എന്നായിരുന്നു പണ്ട് പറയാറ്. ഇപ്പം അതിന് അമൃത് ഉദ്യാൻ എന്നുള്ള പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ അത് അവിടെ ചെന്നപ്പം നല്ല അടിപൊളിയാട്ടോ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഒരു മാസത്തിലും മേലെയായിട്ടോ. ആ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോകുമ്പോഴാണ് നല്ല, ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടാവും കേട്ടോ. ആ തണുപ്പത്ത് ചെല്ലുമ്പോൾ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടാവുക കേട്ടോ. പിന്നെ ടൂലിപ്പ് പോലുള്ള പൂക്കളൊക്കെ ഉണ്ടാവുന്നത് ആ ഒരു ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ അതെല്ലാം പൂവൊക്കെ ഇങ്ങനെ വാടി ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് ഏകദേശം. പിന്നെ ഉള്ള സ്ഥലത്തുള്ള പൂക്കളൊക്കെയാണ് കേട്ടോ അത്. പക്ഷേ എങ്കിലും നല്ല അടിപൊളിയാണ്, ഭയങ്കര രസമാണ് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇനിയിപ്പോൾ ചൂട് തുടങ്ങാമല്ലോ, ചൂട് തുടങ്ങുമ്പോൾ പിന്നെ ചൂടത്ത് ഉണ്ടാകുന്ന പൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. തണുപ്പിലാണ് ഇവിടെയൊക്കെ നല്ല പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. എങ്കിലും ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട് ഇതാ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാം എടുത്ത്, അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കഴിയാറായി, ഈ മുഗൾ ഗാർഡൻ ഓപ്പണായ ഇതിൻ്റെ അവസാനിക്കുന്ന ഡേറ്റ് കഴിയാറായി കേട്ടോ. അപ്പം ഇനി 2-3 ദിവസം കൂടി ഉള്ളൂ. അതുകൊണ്ട് തിരക്ക് കുറവാണ്. മറ്റ് സാധാരണ നമ്മൾ പോകുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ തിരക്കാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ എന്താ പറയുക, ഫോട്ടോ എടുക്കാനായാലും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കുറവാണ്, ഇപ്പോൾ കഴിയാറായല്ലോ, അതുകൊണ്ട് പിന്നെ ആൾക്കാരൊക്കെ കുറവായിരുന്നു. ഇപ്പം നമുക്ക് സുഖമായിട്ട് പിന്നെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലാട്ടോ, ചൂട് തുടങ്ങിയില്ലേ. അപ്പം പിന്നെ ആ നല്ല വെയിലിനൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ വെയിൽ കൊള്ളുമ്പം പിന്നെ കുറച്ച് തണലത്തേക്ക് പോയി നിൽക്കും. അങ്ങനെയൊക്കെ കേട്ടോ നമ്മൾ ആ വീഡിയോ ഒക്കെ എടുത്തത്. അല്ലാതെ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് വെയിൽ കൊള്ളാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അങ്ങനെ മോള് ഓരോരോ പോസൊക്കെ പറയുമ്പോൾ അതേമാതിരിയൊക്കെ ഞാൻ എടുത്തു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് അമൃത് ഉദ്യാനിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു ബാഡ്ജ് തരും കേട്ടോ, അതിൻ്റെ പേരിലുള്ള. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് പിന്നെ അവിടുന്ന് ഇങ്ങനെ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് പിന്നെ ആണ് കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു സർക്കിളിലുള്ള പൂക്കളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ കാണാൻ. പക്ഷേ അതൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ കരിഞ്ഞൊക്കെ വാടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞല്ലോ അതുകൊണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ റോസ് ഗാർഡൻ കേട്ടോ അടിപൊളിയാണ്. എന്തൊക്കെ വെറൈറ്റി റോസുകളാട്ടോ അവിടെ ഉള്ളത്, പല വിധം വെറൈറ്റികൾ കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോൾ അല്ലേ എന്തൊരു എല്ലാ റോസും കൂടെ വിരിഞ്ഞിരിക്കുന്നതല്ലേ, നല്ലൊരു മണം കേട്ടോ, നല്ല ഒറിജിനൽ അല്ലേ അത്. അപ്പോൾ ആ ഒരു മണം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഇതാട്ടോ. അപ്പോൾ പിന്നെ നമ്മളിതാ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഇതൊക്കെ തന്നെ. അങ്ങനെ അവിടെ വന്ന് നമ്മളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു നമുക്ക് ലഞ്ച് കേട്ടോ. അപ്പോൾ അവർ അതിൻ്റെ അകത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങി.